വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 23ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റുമായ താനും ബോക്സും തമ്മിലുള്ള അതിരുവിട്ട ബന്ധം മറ്റുള്ളവരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സേഹോ കാണിച്ച ഫോട്ടോകൾ മിഞ്ചിയെ കാണിച്ച് അവളുമായി സോജിയോങ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സമയത്ത് ബോക്സിന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സാധ്യത താനായിരിക്കുമെന്ന് സോജിയോങ് പറഞ്ഞപ്പോൾ 9 വർഷം തമ്മിൽ കാണാതിരുന്നിട്ടും നിങ്ങൾക്കിടയിലെ ഇഷ്ടത്തിനൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ബോക്സുവിൻ്റെ പഠനം കഴിയുന്നതുവരെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അകന്നു നിന്നുകൂടെ? നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മിഞ്ചി അവളോട് പറയുന്നു. അത് ശരിയാണെന്ന് സോജിയോങ്ങിനും തോന്നുന്നതിനാൽ അങ്ങനെ ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുന്നു. ലീജിയോങ് പുറത്തെവിടെയോ പോയിട്ട് ഓഫീസിൽ മടങ്ങിയെത്തിയപ്പോൾ കുടിച്ച് ലെവലില്ലാതെ അവിടെ കുത്തിയിരിക്കുന്ന മിഞ്ചിയെ കാണുന്നു. സ്ഥലകാലബോധമില്ലാതെ അങ്ങനെ കുടിച്ചതിന് അവളെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം, എൻ്റെ പുറത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നിൽക്കുന്നു. മിഞ്ചി അവനെ പുറത്തേക്ക് നോക്കിയിരുന്ന് ചിരിച്ചുകൊണ്ട് സിഇഒയുടെ പുറത്തുനിന്ന് പെട്ടെന്ന് വീതി കൂടിയതുപോലെ തോന്നുകയാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ബോധമില്ലെങ്കിലും വിവരമുണ്ട് എന്ന് പറഞ്ഞവൻ തിരിഞ്ഞപ്പോൾ അവൻ തീരെ പ്രതീക്ഷിക്കാത്ത വിധം മിഞ്ചി അവനെ കടന്നു പിടിച്ച് വലിച്ചടിപ്പിച്ച് കിസ് ചെയ്യുന്നു. അവൾ പിന്മാറിയപ്പോൾ ഇത് ഞാൻ കണക്കുകൂട്ടില്ല, ഞാൻ ഇങ്ങനെ കിസ് ചെയ്യാനല്ല ആഗ്രഹിച്ചത്, കുടിച്ച് ബോധമില്ലാത്തപ്പോഴല്ല, നല്ല റൊമാൻറ്റിക്കായി കിസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് കിസ്സായിരുന്നു, അത് നശിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞവൻ പരാതി പറയുന്നു. എൻ്റെ ബോധം പോയിട്ടില്ല, എനിക്ക് നല്ല ബോധമുണ്ട് എന്ന് മിഞ്ചി പറഞ്ഞെങ്കിലും അവൻ ഇത് വിശ്വാസമില്ലാത്ത മട്ടിൽ പിണങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. മിഞ്ചി പിണക്കം തീർക്കാൻ പുറകെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. സോജിയോങ് അന്ന് വീട്ടിലെത്തിയപ്പോൾ അവളെയും കാത്ത് ബോക്സ് ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നത് എന്ന് അവൻ പറയുന്നു. ഉള്ളിലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് നമുക്ക് പിരിയാം എന്ന് സോജിയോങ് അവനെ അറിയിക്കുന്നു. 9 വർഷം പിരിഞ്ഞിരുന്നിട്ടും നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് നിന്റെ പഠനം കഴിയുന്നവരെ കാത്തിരിക്കാമെന്ന് അവൾ പറഞ്ഞപ്പോൾ 9 വർഷം കാത്തിരുന്ന ശേഷമാണ് എനിക്ക് വീണ്ടും നീയുമായി ഒത്തുചേരാൻ കഴിഞ്ഞത്. ഇനിയും പിരിയണമെന്ന് നിന്നോട് പറയരുത്, അതിലും നല്ലത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതാണ് എന്നവൻ പറയുന്നു. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ പാർക്ക് അദ്ദേഹത്തിന് ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായത്. നിന്നോട് തുറന്നു പറയുന്നില്ലെങ്കിലും നീ പഠിത്തം പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് നിൻ്റെ അമ്മയുടെയും ആഗ്രഹം. ഞാൻ നിന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മയെയും മിസ്റ്റർ പാർക്കിനെയും ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് നമ്മുടെ സന്തോഷം മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നീ കുറച്ചുനാൾ കാത്തിരുന്നേ മതിയാവും എന്ന് കരഞ്ഞുകൊണ്ട് അവൾ അവനെ അറിയിക്കുന്നു. പോകരുതെന്ന് പറഞ്ഞ് ബോക്സും കരഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചെങ്കിലും അവൾ പതുക്കെ ആ പിടിപിടിച്ച് അകത്തേക്ക് കയറി കഥ കടയ്ക്കുന്നു. അവിടെ നിന്ന് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. എന്ത് വേണമെന്നറിയാതെ ബോക്സ് കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് മടങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം വൈസ് പ്രിൻസിപ്പൽ സ്റ്റാഫ് റൂമിലേക്ക് വന്നിട്ട് ഫൈനൽ എക്സാം അടുക്കാറായി, എല്ലാവരും എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. IB ക്ലാസ്സിൻ്റെ ടീച്ചറിനോട് ഇത്തവണ ടോപ്പ് സ്റ്റുഡൻറ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നു. അന്ന് സോജിയോങ് ക്ലാസ്സിലെത്തിയപ്പോൾ കരഞ്ഞു വീർത്തിരിക്കുന്ന കണ്ണും മുഖവും കണ്ടിട്ട് ടീച്ചറിന് എന്ത് പറ്റി, സുഖമില്ലേ, കണ്ടിട്ടൊരു പാണ്ഡയെ പോലെ ഉണ്ടല്ലോ എന്ന് ഒരു കുട്ടി ചോദിക്കുന്നു. ഒന്നുമില്ല, മസ്കാര പടർന്നതായിരിക്കും എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറുന്നു. ബോക്സ് കൊച്ചുകുട്ടികളെ പോലെ മുഖത്ത് പരിഭവം നിറച്ച് അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്കായപ്പോൾ അവൻ കൗൺസിലിംഗ് റൂമിൽ പോയി അവളെ കാണുന്നു. മേശപ്പുറത്ത് പതിവായി വാങ്ങിക്കൊടുക്കാറുള്ള ജ്യൂസ് കൊണ്ടുവച്ചിട്ട് നീ പറഞ്ഞതുപോലെ പിരിയാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ ഗേൾഫ്രണ്ട് പട്ടണത്തിൽ പോയിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിച്ചോളാം. എൻ്റെ പഠിത്തം കഴിഞ്ഞതിലൂടെ നീ മടങ്ങി വന്നോണം, പിന്നൊരു എക്സ്ക്യൂസും ഞാൻ സമ്മതിക്കില്ല എന്നവൻ പറയുന്നു. അവളത് സമ്മതിക്കുന്നു. ഇത്തവണ നീ എന്നെയല്ല ഞാൻ നിന്നെയാണ് വേണ്ടത് വയ്ക്കുന്നത് എന്ന് പറഞ്ഞവൻ പുറത്തേക്ക് നടക്കുന്നു. പുറത്തിറങ്ങുന്ന ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഞാൻ ഇത്ര കൂളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ആരോ ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തത് അവൻ കണ്ടത്. അവൻ വേഗം അവിടേക്ക് ചെല്ലുന്നു. മിയാൻഹോ ആയിരുന്നു അത്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ അവനും സോജിയും കൂടി നിൽക്കുന്ന പല ഫോട്ടോകളും രഹസ്യമായി എടുത്തിരിക്കുന്ന കണ്ട് ബോക്സ് ദേഷ്യത്തിൽ ആ മെമ്മറി കാർഡ് ഒരു നിലത്തിട്ട് ചവിട്ടി തെറിപ്പിക്കുന്നു. അയാൾ വീണ്ടും അതെടുത്തപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് നാണമില്ലേ? ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ശമ്പളം കൂട്ടിത്തരുമെന്നും പ്രൊമോഷൻ കിട്ടുമെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ബോക്സ് അയാളോട് ചോദിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഞങ്ങളുടെ ജോലി സംരക്ഷിക്കണമെങ്കിൽ മുകളിലിരിക്കുന്നവർ പറയുന്നതെല്ലാം അനുസരിച്ച് മതിയാകൂ. നീ ചെറുപ്പമായതുകൊണ്ടാണ് നിനക്ക് ശരിക്കുമുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകാത്തത് എന്ന് മിയാൻഹോ മറുപടി പറഞ്ഞപ്പോൾ ആർക്ക് വേണ്ടി ചെയ്താലും അവസാനം കുറ്റക്കാരനാകാൻ പോകുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുക മാത്രമായിരിക്കില്ല, നിങ്ങളുടെ തലയിൽ മുഴുവൻ കുറ്റവും അവർ അടിച്ചേൽപ്പിച്ച് അവരുടെ ഭാഗം ക്ലിയറാക്കും. നിങ്ങളുടെ ജീവിതമായിരിക്കും നശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരുടെ കൂടെ നിൽക്കണമെന്ന് നല്ലതുപോലെ ആലോചിക്കാൻ ബോക്സ് അയാളോട് പറയുന്നു. അവൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. സേഹോ എന്ന് വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ അമ്മ ഫോണിലൂടെ ആരോടോ ടീച്ചർമാരുടെ ജോലി സ്ഥിരമാക്കുന്നതിന് വാങ്ങാറുള്ള തുക കുറച്ചുകൂടി കൂട്ടാൻ ആവശ്യപ്പെടുന്നത് കേൾക്കുന്നതിനാൽ അവൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ അവർക്കരികിൽ ചെല്ലുന്നു. എത്രയാണ് അമ്മ ഒരാൾക്ക് വാങ്ങുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ എൻ്റെ ബിസിനസ്സിൽ നീ ഇടപെടേണ്ട എന്നവർ പറയുന്നു. ഇതിപ്പോൾ എൻ്റെ സ്കൂളാണ്, അവിടെ ഇങ്ങനെയൊന്നും നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, നീ അവിടെ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്നാണോ നീ കരുതുന്നത്? വളരെ സീനിയറായിട്ടുള്ള ഒരു അധ്യാപകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും കുട്ടികളെ നന്നാക്കാനാണെന്ന് പറഞ്ഞ് വൈൽഡ് ഫ്ലവർ ക്ലാസ് രൂപീകരിച്ചതും എന്നിട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പ്രേരിപ്പിച്ചതുമല്ല നീയല്ലേ? നീ എൻ്റെ മകനാണ്, നീയും എന്നെപ്പോലെ തന്നെയാണ് എന്നവർ പറയുന്നു. ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്ന് ഞാൻ ഉറപ്പായി തെളിയിക്കും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. റോഡിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളിലിരുന്നൊരു കപ്പിൾസ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അവൻ ശ്രദ്ധിക്കുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു തവണ ബോക്സും സോജിയോങ്ങും കൂടി തൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് അവനപ്പോൾ ഓർമ്മിക്കുന്നു. ഒരു ടീച്ചറാകണം എന്ന ആഗ്രഹം തോന്നി തുടങ്ങിയപ്പോൾ എഴുതിയ ഡയറി സോജിയോങ് അന്ന് രാത്രി എടുത്തു നോക്കുന്നു. കുട്ടികൾക്ക് അഭിമാനിക്കാവുന്ന
അവരെ സ്നേഹിക്കുന്ന, നന്നായി പഠിപ്പിക്കുന്ന നല്ലൊരു ടീച്ചറാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നവൾ അതിൽ എഴുതിയിരുന്നത് കണ്ടപ്പോൾ അങ്ങനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരാളല്ലല്ലോ താനെന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറയുന്നു. മിഞ്ചി കയ്യിൽ നിന്ന് കിട്ടിയ അഴിമതിക്കാരായ ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ തൻ്റെ പേരിലേക്ക് അവൾ നോക്കുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിലെത്തിയപ്പോൾ അവൾ സേഹോയെ പോയി കണ്ട് അവനെ ഒരു കവർ ഏൽപ്പിക്കുന്നു. കവറുകളിൽ നിറയെ പണം ഇരിക്കുന്ന കണ്ട് സേഹോ ചാടി നീച്ചപ്പോഴേക്കും ആ ലിസ്റ്റ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട്, ഈ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് മാറ്റരുത്, ഞാനും അഴിമതിക്കാരിയാണ്. മിയാൻഹോ, ഞാൻ നൽകിയ പണം ഇവിടെ തന്നാലും ഇല്ലെങ്കിലും ജോലി പണം കൊടുത്ത് വാങ്ങാൻ ഞാൻ ശ്രമിച്ചു എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പേര് ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റാം എന്ന് നീ വിചാരിക്കുകയേ വേണ്ട എന്നവൾ പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയില്ലേ? നിനക്ക് ഭ്രാന്തായോ എന്നവൻ ചോദിച്ചപ്പോൾ, ആർക്കാണ് കൂടുതൽ ഭ്രാന്ത് എന്ന് നിന്നെ കാണിച്ചു തരാമെന്ന് ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞതല്ലേ, ഇത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ബോക്സുവും ലീജിയോങ്ങും മിഞ്ചിയും കൂടി ഓഫീസിലിരുന്ന് കിട്ടിയ വാർത്തകൾ എങ്ങനെ പബ്ലിഷ് ചെയ്യാം എന്നൊക്കെയുള്ള ചർച്ചയിലായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നുണ്ട് എന്നതിന് തെളിവ് കിട്ടിയാലുടൻ വാർത്ത പബ്ലിഷ് ചെയ്യാം എന്ന് ബോക്സു പറയുന്നു. ഇനി അവശേഷിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് എന്ന് പറഞ്ഞ് ബോക്സു ചിന്തിച്ച് നിൽക്കുന്നു. സോജിയോങ്ങിൻ്റെ പേര് ലിസ്റ്റിലുള്ളതാണ്, അവൻ്റെ പ്രശ്നമെന്നറിയാവുന്നതുകൊണ്ട് അതെന്തായാലും വിട്ടേക്ക്. ഈ കാശെല്ലാം ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നൊക്കെ കൃത്യമായി അറിയാതെ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. മാത്രമല്ല, സാക്ഷി പറയാൻ ഏതെങ്കിലും ഒരു ടീച്ചർ തയ്യാറാവുകയും വേണം. ആരും അതിന് തയ്യാറാവാൻ സാധ്യതയില്ല എന്ന് ലിജിയോങ് പറയുന്നു. മിഞ്ചിയും അത് സപ്പോർട്ട് ചെയ്യുന്നു. പെട്ടെന്ന് സോജിയോങ് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ട്, അതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? അവിടുത്തെ അഴിമതിയുടെ ഏറ്റവും മുഖ്യ ഘടകം അതാണ്, അത് ഒഴിവാക്കരുത്. സാക്ഷി പറയാൻ ഞാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നു. മറ്റു 3 പേരും അത് വിശ്വസിക്കാനാകാതെ അമ്പരത്തോടെ അവളെ നോക്കിയപ്പോൾ അവൾ ബോർഡിൽ സാക്ഷിയെ കിട്ടിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് മായ്ച്ചിട്ട് സാക്ഷിയെ കിട്ടിയെന്നാക്കുന്നു. ഞാനാണ് ആ സ്കൂളിൻ്റെ തനി നിറം പുറത്തു കൊണ്ടുവരാനുള്ള ആ പ്രധാന സാക്ഷി എന്നവൾ പറയുന്നു. ലീജോങ് മിഞ്ചിയും ആ തീരുമാനത്തിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമോ എന്ന് ചോദിച്ച് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബോക്സു അവളെ പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട്, നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, ടീച്ചറായിട്ടുള്ള നിന്റെ കരിയർ അതോടെ അവസാനിക്കും, അതുകൊണ്ട് നന്നായി വീണ്ടും ആലോചിക്കാൻ അവളോട് പറയുന്നു. തെറ്റാണ് എന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ ടീച്ചർ ജോലി സ്ഥിരമാക്കാൻ കൈക്കൂലി നൽകേണ്ടി വന്നു എന്ന കുറ്റബോധം എന്നെ എപ്പോഴും വേട്ടയാടിയിരുന്നു. കുട്ടികളുടെ മുഖത്ത് എനിക്ക് ആത്മവിശ്വാസത്തോടെ നോക്കാൻ കഴിയുമായിരുന്നില്ല. കുട്ടികൾക്ക് പിന്തുടരാൻ കഴിയുന്ന നല്ലൊരു വഴിയായിരിക്കണം ഞാൻ അവർക്ക് കാട്ടിക്കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ആഗ്രഹം. ടീച്ചറാവാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു വഴികാട്ടിയാവാൻ എനിക്ക് അതുകൊണ്ട് സാധിക്കും. ഞാൻ മനസ്സുകൊണ്ട് അതിന് തയ്യാറായി കഴിഞ്ഞു. എനിക്ക് സ്വപ്നമുണ്ടാക്കി തന്നത് നീയല്ലേ, നീ എനിക്ക് പുതിയൊരു സ്വപ്നം കൂടി ഉണ്ടാക്കി തരാൻ അവനോട് പറയുന്നു. ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു എന്ന് ബോക്സിനും ബോധ്യമാകുന്നു. ചേമിൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത പ്രിൻസിപ്പൽ അയച്ചു കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും പണം നിക്ഷേപിച്ചതിൻ്റെ തെളിവുകളും ഒക്കെ സോജിയും കാണുന്നു. ഒരു കുട്ടിയുടെ ഭാവി ഇതിനെ ബേസ് ചെയ്ത് നിൽക്കുന്നതിനാൽ എന്തെങ്കിലും നടപടികൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് സോജിയും അവരോട് പറയുന്നു. അവൾ മടങ്ങിപ്പോയപ്പോൾ അവൾക്ക് കുറേ പിറകിലായി ബോക്സും അവളെ പിന്തുടരുന്നു. സോജിയോങ്ങിന് ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നിന്നിട്ട്, നീ എന്തിനാണ് എൻ്റെ പുറകിന് വരുന്നത്? നമ്മൾ ബ്രേക്കപ്പ് ആയി എന്നറിയില്ലേ എന്ന് ചോദിക്കുന്നു. അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഇത്ര അകലം പാലിക്കുന്നതെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നടക്കുന്നു. അവൻ അവളുടെ വീടിന് മുന്നിൽ വരെ അങ്ങനെ കൂടെ ചെല്ലുന്നുണ്ട്. അവൾ യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ മനുഷ്യർക്ക് 100 വയസ്സ് വരെയൊക്കെ ആയുസ് ഉണ്ടാവാറില്ല. അത്രയും കാലം എല്ലാവരും ഒരേ ജോലി തന്നെ ചെയ്യാറില്ല. അതുകൊണ്ട് നീ വിഷമിക്കരുത്, നിന്റെ ആദ്യ സ്വപ്നം കണ്ടെത്തിയതുപോലെ ഞാൻ നിനക്ക് വേണ്ടി പുതിയ സ്വപ്നങ്ങൾ കണ്ടെത്തി തരാം എന്ന് പറഞ്ഞവൻ അവൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം അവൾ സ്റ്റാഫ് റൂമിൽ നിന്ന് ചേമിൻ്റെ പരീക്ഷാ പേപ്പറുകളിൽ ഉത്തരം കോപ്പി അടിച്ചു വെച്ചിരിക്കുകയാണോ എന്നറിയാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പൽ ടീച്ചർ ഹോങ്ങിനൊപ്പം അവിടെ എത്തി, ഇന്നു മുതൽ മിസ്റ്റർ പാർക്കിന് പകരം ടീച്ചറിനായിരിക്കും ഡ്യൂട്ടി എന്നറിയിക്കുന്നു. പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യാൻ ടീച്ചർ മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ അദ്ദേഹം സോജിയോങ്ങിനെ വഴക്ക് പറയുന്നുണ്ട്. ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാമെന്ന് അവൾ മറുപടി നൽകുന്നു. അന്ന് IB ക്ലാസിൻ്റെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് അത്ര പ്രധാനമല്ല, നിങ്ങളുടെ കോളേജ് അഡ്മിഷന് ഫൈനൽ എക്സാമിൻ്റെ മാർക്കാണ് പ്രധാനം, അതുകൊണ്ട് എല്ലാവരും അതിന് നന്നായി പ്രിപ്പയർ ചെയ്യണം. ഇത്തവണ സ്കൂൾ ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം ചേമിനെ നോക്കിക്കൊണ്ട് പറയുന്നു. അവൻ പക്ഷേ ആകെ അസ്വസ്ഥനാണ്. ക്ലാസ് കഴിഞ്ഞ് അവൻ ഗ്ലാസ് ബൂത്തിലേക്ക് നടക്കുമ്പോൾ സാർ അവൻ്റെ അടുത്തെത്തി, നീ മിടുക്കനാണ് എന്ന് എനിക്കറിയാം, ഇത്തവണ ഒന്നാമതെത്താൻ നിനക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തോളിൽ തട്ടിയെങ്കിലും അവൻ ഒട്ടും മയമില്ലാത്ത മട്ടിൽ ആ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോകുന്നു. സോജിയോങ് വൈൽഡ് ഫ്ലവർ ക്ലാസിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്ന് അകത്തിരിക്കുന്ന കുട്ടികളെ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ക്ലാസ്സിൽ കിടന്നുറങ്ങുകയായിരുന്ന സങ്വുവിനെ തട്ടി വിളിച്ചുണർത്തി സംശയം ചോദിക്കാനായി കുട്ടികൾ ചുറ്റും കൂടുന്നത്. എല്ലാവർക്കും അവനെ പോലെ നന്നായി പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന കുട്ടികൾ പഠിക്കണമെന്ന ആഗ്രഹം കാണിച്ചു തുടങ്ങിയത് കണ്ട് ബോക്സ് പുഞ്ചിരിച്ചുകൊണ്ട് തിരിയുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന സോജിയോങ്ങിനെ കണ്ടത്. ചേമിൻ ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂട്ടി പഠിച്ചാണ് ഉത്തരങ്ങൾ കൃത്യമായി എഴുതി മാർക്ക് വാങ്ങി ഒന്നാമതെത്തുന്നതെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന മറ്റു കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേതെന്ന് ബോക്സു കഴിഞ്ഞ ദിവസം പറഞ്ഞത് സോജിയോങ്ങിന് ഓർമ്മ വരുന്നു. അവൾ സ്റ്റാഫ് റൂമിൽ മടങ്ങിയെത്തി എന്തോ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനുകളിൽ കുറേ തിരുത്തലുകൾ നടത്തുന്നുണ്ട്. സേഹോ നിർദ്ദേശിച്ചനുസരിച്ച് സ്കൂളിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ഓരോരുത്തരും അനധികൃതമായി സ്കൂളിൽ നിന്ന് കൈപ്പറ്റിയിരുന്ന തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബോർഡ് മീറ്റിംഗിന് മുമ്പ് യോൻ സേഹോയ്ക്ക് നൽകുന്നു. അമ്മയുടെ സൈഡിൽ നിന്ന് മാറി തനിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതിന് സേഹോ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഈ ഡോക്യുമെന്റ്സ് എപ്പോൾ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമ്മയുടെ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കുമെന്ന് സേഹോ പറയുന്നു.
ആ ഡോക്യുമെൻറ്റുമായാണ് അന്ന് അവൻ ബോർഡ് മീറ്റിംഗ് എത്തിയത്. മീറ്റിങ്ങിൻ്റെ പ്രധാന അജണ്ട ഇപ്പോഴത്തെ ബോർഡ് ചെയർമാനായ സേഹോയെ പുറത്താക്കുക എന്നായിരുന്നു. അവൻ്റെ അമ്മ ആ നിയമം അവതരിപ്പിച്ചിട്ടും സേഹോ പ്രതികരണമൊന്നുമില്ലാതെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന മട്ടിലിരിക്കുന്നത് അവനെ ചെറുതായി അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ബോർഡ് മെമ്പർമാരിൽ മിക്കവാറും എല്ലാവരും സേഹോയുടെ പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് അവൻ്റെ അമ്മയെ വീണ്ടും ചെയർമാനായി തിരികെ വരണമെന്ന അഭിപ്രായം ഉന്നയിക്കുന്നു. ഇനി ആർക്കും മറ്റൊന്നും പറയാനില്ലെങ്കിൽ വോട്ടെടുപ്പ് തുടങ്ങാമെന്ന് അമ്മ നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് സേഹോ കയ്യിൽ കരുതിയിരുന്ന ഡോക്യുമെൻസിൻ്റെ കോപ്പി എല്ലാവർക്കും വിതരണം ചെയ്യാൻ യുവിനെ ഏൽപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോയി മൈക്കിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഫയൽ തുറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ ഓരോരുത്തരുടെയും അഴിമതിയുടെ വിശദാംശങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് എല്ലാവരും അസ്വസ്ഥരാകുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കഴിവില്ലാത്തവനും ലോകപരിചയമില്ലാത്തവനും ഒക്കെ ആണെങ്കിലും ഇത്രയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഈ ബിസിനസ്സിൽ പങ്കാളിയാകാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊപ്പം എന്നെ കൂടി കൂട്ടാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു പറയേണ്ടി വരും എന്ന ഒരു ഭീഷണി പോലെ അവൻ പറയുന്നു. എന്തായാലും സേഹോയുടെ ആ നീക്കം ബലം കണ്ടു. അവനെ ചെയർമാൻ സ്ഥലത്തു നിന്ന് മാറ്റാനുള്ള ആ മീറ്റിംഗ് പരാജയപ്പെട്ട് ആകെ ദേഷ്യം പിടിച്ചിരിക്കുന്ന അമ്മയോട് ഇതുപോലെ ഒരു മകനെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവരുടെ വീക്ക്നെസ് കണ്ടെത്തി അതുപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി നിയന്ത്രിക്കുന്നതാണല്ലേ നിങ്ങളുടെ രീതി. ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ചെയ്തത്. അമ്മയ്ക്ക് തൃപ്തിയായോ എന്നവൻ ചോദിക്കുന്നു. നീ എന്തൊക്കെ ചെയ്താലും നിനക്കെന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നീ ജനിച്ചത് തന്നെ വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. സേഹോ ആകെ നിർവികാരതയോടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ട് ഞാൻ മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നവൻ പറയുന്നുണ്ട്. കാറിൽ മടങ്ങുമ്പോൾ സാറിന് സമാധാനമായോ എന്ന് യുൻ അവനോട് ചോദിക്കുന്നു. ഈ പ്രശ്നം കഴിയുമ്പോഴെങ്കിലും സമാധാനമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവൻ മറുപടി നൽകുന്നു. സേഹോ അമ്മയെ ബോർഡ് മീറ്റിംഗിൽ പിന്നിൽ നിന്ന് കുത്തിയ വിവരം പറഞ്ഞ് തങ്ങൾ ആരുടെ കൂടെ നിൽക്കണം എന്നതിനെപ്പറ്റി പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും കൂടി കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ അവർക്ക് കഴിയുന്നില്ല. ആ വിഷയത്തെക്കുറിച്ച് സ്റ്റാഫ് റൂമിലും ചർച്ച നടക്കുന്നു. ഇതും ചർച്ച ചെയ്തിരിക്കാതെ എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും എക്സാമിനുള്ള ക്വസ്റ്റ്യനും ആൻസറും കറക്റ്റായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ടീച്ചർ ഹോങ് അന്വേഷിക്കുന്നുണ്ട്. സോജിയോങ്ങളുടെ പ്രത്യേകം അക്കാര്യം എടുത്ത് ചോദിക്കുന്നുമുണ്ട്. ശരിയായിട്ടാണ് എന്നവൾ പറഞ്ഞെങ്കിലും അത് കള്ളമായിരുന്നു. അവൾ മനഃപൂർവ്വം മുമ്പ് ഉത്തരം തെറ്റിച്ചിരുന്നല്ലോ. അന്ന് രാത്രി പതിവ് പോലെ പ്രിൻസിപ്പൽ ക്വസ്റ്റ്യൻ പേപ്പർ ലോക്കർ തുറന്ന് എടുക്കുന്നു. മുമ്പ് തന്നെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യ ക്യാമറയുടെ സഹായത്തോടെ ലീജോങ്ങും ബോക്സും അത് കാണുന്നുണ്ട്. തെളിവ് കിട്ടിയതിൽ അവർ സന്തോഷിക്കുന്നു. ചേമിൻ്റെ അമ്മ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്ത ക്വസ്റ്റ്യനും ആൻസറും അവന് നൽകിയിട്ട് ഇത്തവണ ക്വസ്റ്റ്യൻ മാത്രമല്ല ആൻസറും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. നീ തന്നെ ആയിരിക്കണം ഇത്തവണ ഒന്നാമതെത്തുന്നതെന്ന് അമ്മ അവനോട് പറയുന്നു. അവർ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് അമ്മേ. ഇതൊക്കെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താകും? ഇത്തവണ ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയാൽ പോരെ. ഞാൻ നന്നായി പഠിച്ച് ഒന്നാമതെത്താൻ ശ്രമിക്കാമെന്ന് അവൻ പറയുന്നു. കഴിഞ്ഞ തവണയും നീ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് നിനക്ക് 5ാം സ്ഥാനമല്ലേ കിട്ടിയത്? നിനക്ക് പഠിച്ച് അത്രയേ നേടാൻ പറ്റൂ. നിനക്ക് അത്ര കഴിവേ ഉള്ളൂ. പക്ഷേ ഒന്നാമതെത്തിയില്ലെങ്കിൽ പിന്നെ നിന്നെക്കൊണ്ട് പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് അമ്മ നിന്നെ ഇങ്ങനെ സഹായിക്കുന്നത്. ഭാഗ്യത്തിന് നിനക്ക് നല്ല കാര്യശേഷിയുള്ള ഒരു അമ്മയാണ് കിട്ടിയിരിക്കുന്നത്. നീ ആ ഉത്തരങ്ങൾ കാണാതെ പഠിച്ച് അതൊന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരിക്കാൻ അമ്മ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവർ അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ചേമിന് പക്ഷേ പൂർണ്ണമായി അതൊന്നും ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് അവൻ്റെ മുഖം കണ്ടാലറിയാം. ബോക്സ് വന്ന രാത്രി അമ്മയോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട് എന്ന മുഖവരയോടെ താൻ സ്കൂളിനോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും സ്കൂളിൽ വീണ്ടും അഡ്മിഷൻ കിട്ടിയപ്പോൾ പഠിച്ച് പാസ്സാകാൻ നോക്കാതെ നീ പ്രതികാരം ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ച അമ്മ അവനെ അടിക്കാൻ ചെന്നപ്പോൾ സ്കൂളിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് മിസ്റ്റർ പാർക്ക് ജോലി നഷ്ടപ്പെട്ടതെന്നുമൊക്കെ അവൻ ചുരുക്കി പറയുന്നു. കുട്ടികളുടെ ഭാഗ്യങ്ങൾ നശിപ്പിക്കുന്നത് കണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ പ്രതികരിക്കുമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഈ രീതിയിലുള്ള പ്രതികാരമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കരുതിയത് നീ വല്ല കത്തിയുമായോ മറ്റോ ചെയർമാൻ്റെ മുറിയിലേക്ക് ഇടിച്ചു കയറാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നീ പഠനം വിജയകരമായി പൂർത്തിയാക്കാം എന്ന് എനിക്ക് ഉറപ്പ് തരണം എന്ന് അമ്മ പറയുന്നു. അവൻ അങ്ങനെ തന്നെ ഉറപ്പും കൊടുക്കുന്നു. ഫൈനൽ എക്സാം ദിവസമായിരിക്കുന്നു. രാവിലെ എക്സാമിന് മുമ്പ് വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങുകയായിരുന്ന സംഘുവിന് ചുറ്റും കൂടി അവൻ്റെ തലയിൽ തൊടുന്നു. കാര്യം മനസ്സിലാവാതെ ഞെട്ടിവിടുന്ന സംഘുവിനോട് ടോപ്പ് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ് എന്ന് എല്ലാവരും പറയുന്നു. അപ്പോഴേക്കും ബോക്സും അവർക്കൊപ്പം കൂടുന്നു. എല്ലാവരും ആത്മാർത്ഥമായി തന്നെ എക്സാം എഴുതുന്നു. IB ക്ലാസ്സിൽ ഇൻസ്പെക്ഷനിൽ നിന്നത് സോജിയോങ്ങായിരുന്നു. ചേമിൻ അവൾ സബ്മിറ്റ് ചെയ്ത ആൻസർ ഷീറ്റ് തെറ്റിച്ചെഴുതിയിരുന്ന ഉത്തരങ്ങൾ അതുപോലെ തന്നെ തെറ്റിച്ചെഴുതി വയ്ക്കുന്നുണ്ട്. എക്സാം കഴിഞ്ഞയുടൻ അവൻ ഗ്ലാസ് ബൂത്തിലേക്ക് ഓടിപ്പോയി ആ ഉത്തരങ്ങൾ അങ്ങനെ തന്നെ അല്ലേ എന്ന് കൈവശമുണ്ടായിരുന്ന ആൻസർ ഷീറ്റിൽ നോക്കി ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നു. ആ സമയത്ത് അവൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവിടേക്ക് കയറി ചെന്നപ്പോൾ അവൻ വേഗം അത് ഒളിപ്പിക്കുന്നു. നീ പരീക്ഷ നന്നായി എഴുതിയോ എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ തവണ നീ എന്നേക്കാൾ മുന്നിൽ വന്നതുകൊണ്ട് ഇത്തവണയും അങ്ങനെ സംഭവിക്കുമെന്നാണോ കരുതുന്നത് എന്ന് ചേമിൻ നിരസത്തോടെ ചോദിക്കുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. സംഘു ഒന്നാമതെത്തിയത് കൊണ്ടുള്ള ദേഷ്യമാണ്. ഇത്തവണയും അവൻ ഒന്നാമതെത്തിയാൽ എൻ്റെ അമ്മ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറയുന്നത് കേട്ടു എന്നവൻ പറഞ്ഞപ്പോൾ ചേമിന് അല്പം പേടിയോടെ തന്നെ പരാതിയോ എന്ത് പരാതിയെന്ന് അന്വേഷിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും ലീക്ക് ആക്കുന്നുണ്ടോ എന്നാണ് അമ്മയുടെ സംശയം. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും മോശം സ്റ്റുഡൻ്റായി എങ്ങനെ ഒന്നാമതെത്താനാണ് എന്നവൻ രഹസ്യം പോലെ പറഞ്ഞപ്പോൾ തീ ആളിയത് ചേമിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നിൻ്റെ അമ്മയ്ക്ക് വരെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ച് ചേമിൻ അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകാൻ പറയുന്നു.
അവൻ പോയ ഉടൻ തന്നെ ചേമിൻ അവിടെ ഇരുന്ന് ആൻസർ ഷീറ്റ് വലിച്ചു കീറി കളയുകയും ഫോണിൽ ഉണ്ടായിരുന്നത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവന് ഭയങ്കരമായ ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് പോയ അവൻ പക്ഷെ മറിഞ്ഞിന്ന് ചേമിൻ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതവണ റിസൾട്ട് വന്നപ്പോൾ ചേമിൻ 1ാം സ്ഥാനത്തും സംഗു 2ാം സ്ഥാനത്തും എത്തുന്നു. ചേമിനൊപ്പം ഉണ്ടായിരുന്ന ആ കൂട്ടുകാരൻ അവനെ അഭിനന്ദിച്ചെങ്കിലും ഒന്നും പറയാതെ ചേമിൻ അവിടെ നിന്ന് പോയി ഗ്ലാസ് ബൂത്തിനുള്ളിൽ ചെന്നിരിക്കുന്നു. 1ാം സ്ഥാനത്തെത്തിയെങ്കിലും അവൻ്റെ ശരീരം മുഴുവൻ ആ സമയത്ത് നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഗ്ലാസ് ബോത്തിൻ്റെ ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് ഞെട്ടി അവൻ തിരിഞ്ഞു നോക്കിയത്. സോജിയങ്ങായിരുന്നു അവിടെ. അവൾ വാതിൽ തുറന്നകത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ അവനെ വിളിച്ചിട്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും സത്യം തുറന്ന് പറയണോ എന്നവൾ ചോദിക്കും. ഒന്നുമില്ല ടീച്ചർ, ചോദിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോ, എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞവൻ മുഖം തിരിച്ചപ്പോൾ സോജിയം കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയി തന്നെ അവനെ വിളിച്ചിട്ട് മനുഷ്യർക്ക് പല തെറ്റുകളും സംഭവിക്കാം, പക്ഷേ ആ തെറ്റ് തിരുത്താൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും, അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമെന്നവൾ പറയുന്നു. അവളുടെ വാക്കുകൾ ചേമിൻ്റെ ഉള്ളിൽ തറച്ചെങ്കിലും കുറ്റമേൽക്കാൻ തയ്യാറാവാതെ ടീച്ചർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നവൻ ചോദിക്കുന്നു. ഒരു തെറ്റ് നിൻ്റെ ജീവിതം മൊത്തത്തിൽ നശിപ്പിച്ചേക്കാം എന്നവൾ വീണ്ടും പറഞ്ഞപ്പോൾ അവൻ ചാടി എണീറ്റിട്ട് ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരെ പറയാൻ നോക്ക് എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിനക്ക് ശരിക്കും ഒന്നും പറയാനില്ലേ, ഞാൻ അവസാനമായി ചോദിക്കുകയാണ് എന്നവൾ പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്നവൻ തീർത്തു പറയുന്നു. സോജിയോങ് അതോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ചേമിൻ്റെ കൈകളുടെ വിറയൽ അപ്പോഴും മാറിയിരുന്നില്ല. ചേമിൻ ആൻസർ ഷീറ്റ് കോപ്പി അടിച്ചതെന്ന് ഉറപ്പായി എന്ന് സോജിയോങ് ബോക്സിനെ അറിയിക്കുന്നു. അപ്പോൾ ഇനി ന്യൂസ് പബ്ലിഷ് ചെയ്തോട്ടെ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ സമ്മതം നൽകുന്നു. പത്രക്കാരോടും വിദ്യാഭ്യാസ വകുപ്പിനെയും ഒന്നും അറിയിച്ചിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി വാർത്ത പുറത്തുവിടുന്നതാണ് ഏറ്റവും നല്ലത്. ജനശ്രദ്ധയെ ആകർഷിച്ച് കഴിയുമ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ അവർക്കും കഴിയാതെ വരും എന്ന് ബോക്സ് പറയുന്നു. നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ സൂക്ഷിച്ചോളണം എന്ന് സോജിയോങ് പറഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ആയ കാര്യം മറന്നുപോയോ എന്നവൻ തമാശയായി പറയുന്നു. സോജിയോങ്ങിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞവൻ അവളുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ആരോ വാതിൽ തുറന്നു വരുന്നത് കണ്ട് രണ്ടുപേരും പെട്ടെന്ന് കൈകൾ പിൻവലിക്കുന്നു. യങ്വിനും സെങ്കുവും കൂടി കൊറിയൻ ക്വസ്റ്റ്യനുമായി അകത്തേക്ക് വന്നിട്ട് ഇതിലെ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എല്ലാം തെറ്റാണ് ടീച്ചർ എന്നവളോട് പറയുന്നു. തെറ്റാണ് എന്ന് എനിക്കും അറിയാം എന്നവൾ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.